നമസ്കാരം. ഉയർന്ന കൊളസ്ട്രോൾ നമ്മളിൽ പലരും കേട്ടിട്ടുള്ളൊരു വാക്കാണിത്. പക്ഷേ എന്താണിത് ശരിക്കും? പലപ്പോഴും യാതൊരു ലക്ഷണവും കാണിക്കാതെ ഒരു നിശബ്ദനായ വില്ലനെപ്പോലെയാണിത് പ്രവർത്തിക്കുന്നത്. അപ്പോ എങ്ങനെ ഇതിനെ മനസ്സിലാക്കാം, എങ്ങനെ നേരിടാം? നമുക്ക് വിശദമായി തന്നെ സംസാരിക്കാം. നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ലോകത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് കാരണമാകുന്ന ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങൾക്ക് പിന്നിലൊരു പ്രധാന കാരണം എന്താണെന്നറിയാമോ? പലപ്പോഴും അതിന്റെ ഉത്തരം നമ്മുടെയെല്ലാം ഉള്ളിൽ തന്നെ, നമ്മുടെ രക്തത്തിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടാകും. ഈ ചർച്ചയിൽ നമ്മൾ ആദ്യം ഈ നിശ്ശബ്ദമായ അപകടസാധ്യതയെപ്പറ്റി മനസ്സിലാക്കും. പിന്നെ നമ്മുടെ രക്തക്കുഴലുകളിൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കും. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അതായത് നമ്മുടെ ഭക്ഷണത്തിലൂടെയും ജീവിതചര്യയിലൂടെയും എങ്ങനെ ആരോഗ്യം വീണ്ടെടുക്കാം എന്ന് ചർച്ച ചെയ്യും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഈ ഉയർന്ന കൊളസ്ട്രോളിനെ ഒരു സൈലന്റ് റിസ്ക് അഥവാ നിശബ്ദമായ ഒരു അപകടമെന്ന് കാണിക്കുന്നത്? അപ്പോ ഇതിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും പുറമേക്ക് യാതൊരു ലക്ഷണവും അനുഭവപ്പെടില്ല. പക്ഷേ ശരീരത്തിനുള്ളിൽ അത് പതിയെ പതിയെ ഹൃദയാഘാതം, പക്ഷാഘാതം പോലുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഈ കൊളസ്ട്രോള് നമ്മുടെ രക്തത്തില് കൂടുമ്പോ ശരീരത്തിനുള്ളില്, പ്രത്യേകിച്ച് നമ്മുടെ രക്തക്കുഴലുകളിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്കതൊന്ന് അടുത്ത് കാണാം. ഇതാണ് പ്രശ്നത്തിന്റെ കാതൽ. നമ്മുടെ രക്തക്കുഴലുകൾ ഒരു പൈപ്പ് ലൈൻ പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. കൊളസ്ട്രോൾ കൂടുമ്പോൾ അത് കൊഴുപ്പും മറ്റു പദാർത്ഥങ്ങളുമായി ചേർന്ന് ഈ പൈപ്പിന്റെ വശങ്ങളിൽ പറ്റിപ്പിടിക്കാൻ തുടങ്ങും. ഇതിനെയാണ് പ്ലാക്ക് എന്ന് പറയുന്നത്. കാലക്രമേണ ഈ പ്ലാക്ക് വളർന്ന് രക്തം ഒഴുകിപ്പോകാനുള്ള വഴി ചെറുതാക്കുന്നു. ഈ ബ്ലോക്ക് ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. ഇത് ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിലാണെങ്കിൽ ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകും. തലച്ചോറിലേക്കുള്ള രക്തയോട്ടമാണ് തടസ്സപ്പെടുന്നതെങ്കിൽ അത് പക്ഷാഘാതത്തിലേക്ക് നയിക്കാം. ഇതുകൂടാതെ ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം പോലുള്ള മറ്റു പല ഗുരുതരമായ അവസ്ഥകൾക്കും ഇത് കാരണമാകാറുണ്ട്. ഇത്രയും നേരം നമ്മൾ അപകടങ്ങളെക്കുറിച്ചാണല്ലോ സംസാരിച്ചത്. എന്നാൽ ഇനി വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന്റെ നിയന്ത്രണം ഒരു വലിയ പരിധിവരെ നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതിലേറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഭക്ഷണരീതിയാണ്. അതായത് പ്രശ്നത്തിൽ നിന്ന് നമ്മളിപ്പോൾ പരിഹാരത്തിലേക്കാണ് പോകുന്നത്. ഓർക്കുക, നമ്മുടെ രക്തത്തിലെ LDL അഥവാ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സാധിച്ചാൽ ഈ പറഞ്ഞ വലിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതിനുള്ള ആദ്യ പടി തുടങ്ങുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്നാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മുടെ ജീവിതശൈലി ഒറ്റയടിക്ക് മാറ്റണം എന്ന് ചിന്തിക്കേണ്ട. പകരം ചെറിയ സ്ഥിരമായ മാറ്റങ്ങൾ വരുത്തിയാലും മതി. അത്തരം ചെറിയ മാറ്റങ്ങൾക്ക് കാലക്രമേണ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധവും. സത്യത്തില് ഇതിനായി നമ്മൾ ഒരുപാട് ദൂരേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ പരമ്പരാഗത ഭക്ഷണരീതികൾ, പ്രത്യേകിച്ച് പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും ധാന്യങ്ങളും ധാരാളം അടങ്ങിയ വിഭവങ്ങൾ സ്വാഭാവികമായും ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടി പ്രായോഗികമായി ചിന്തിക്കാം, അല്ലേ? നമ്മുടെ എല്ലാ ദിവസത്തെയും ഭക്ഷണത്തിൽ എന്തൊക്കെ ചെറിയ മാറ്റങ്ങൾ എളുപ്പത്തിൽ വരുത്താൻ സാധിക്കും? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ധാന്യങ്ങളുടെ കാര്യം നോക്കാം. മൈദ കൊണ്ടുണ്ടാക്കിയ വെളുത്ത ബ്രെഡിന് പകരം തവിട് കളയാത്ത ഗോതമ്പിന്റെ ബ്രെഡ് തിരഞ്ഞെടുക്കാം. അതുപോലെ ഫ്രൈഡ് റൈസ്, ബിരിയാണി എന്നിവയുടെ ഉപയോഗം കുറച്ച് പകരം സാധാരണ ബസുമതി അരിയോ കുത്തരിയോ ഉപയോഗിക്കാം. ചെറിയ മാറ്റമല്ലേ? ഇനി പ്രോട്ടീന്റെ കാര്യം. ഇവിടെയാണ് ശരിക്കും ഒരു വലിയ വ്യത്യാസം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. കൊഴുപ്പുകൂടിയ ചുവന്ന മാംസം, അതായത് ബീഫ്, മട്ടൻ എന്നിവയുടെ ഉപയോഗം കുറച്ച് പകരം തൊലി കളഞ്ഞ ചിക്കനോ അല്ലെങ്കിൽ മീനോ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെത്തുന്ന കൊഴുപ്പിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. നോക്കൂ, നമുക്ക് ഒരുപാട് നല്ല ഓപ്ഷനുകളുണ്ട്. മീനുകൾ, പ്രത്യേകിച്ച് മത്തി, അയല പോലുള്ള എണ്ണയുള്ള മത്സ്യങ്ങൾ ഒമേഗ-3യുടെ കലവറയാണ്. പിന്നെ ഇറച്ചി കഴിക്കാത്തവർക്ക് നമ്മുടെ പരിപ്പ്, കടല, ബീൻസ് പോലുള്ള പയറുവർഗ്ഗങ്ങൾ, ഇവയെല്ലാം പ്രോട്ടീന്റെ മികച്ച ഉറവിടങ്ങളാണ്. അടുത്തത് കൊഴുപ്പാണ്. കൊഴുപ്പ് പൂർണ്ണമായും ഒഴിവാക്കണമെന്നല്ല പറയുന്നത്, മറിച്ച് നല്ല കൊഴുപ്പുകൾ തിരഞ്ഞെടുക്കണം, ചീത്ത കൊഴുപ്പുകൾ ഒഴിവാക്കണം. ഉദാഹരണത്തിന് പാചകത്തിന് വെണ്ണ, നെയ്യ് എന്നിവയ്ക്ക് പകരം ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ പോലുള്ളവ ഉപയോഗിക്കാം. അതുപോലെ നട്ട്സും അവക്കാഡോയും നല്ല കൊഴുപ്പുകളുടെ മികച്ച ഉറവിടങ്ങളാണ്. ഇനി ഇതൊരു ഗോൾഡൻ റൂളാണ്. നമ്മുടെ ഭക്ഷണത്തിൽ എപ്പോഴും വേണ്ട ഒരു കാര്യം. ദിവസവും കുറഞ്ഞത് 5 തരം പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്ലേറ്റ് എത്രത്തോളം കളർഫുൾ ആവുന്നോ അത്രയും നല്ലത്.
കാരണം ഓരോ നിറത്തിലുള്ള പച്ചക്കറിക്കും പഴത്തിനും അതിന്റേതായ ഗുണങ്ങളുണ്ട്. ശരി, അപ്പോൾ നമ്മൾ എന്താണ് പ്രശ്നമെന്നും അതിന് ഭക്ഷണത്തിലൂടെ എന്തു പരിഹാരം കാണാം എന്നൊക്കെ മനസ്സിലാക്കി. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് പിന്തുടരാൻ എളുപ്പമുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആക്കിയാലോ? ഓർക്കാൻ എളുപ്പത്തിന് 4 കാര്യങ്ങൾ. 1. ആരോഗ്യകരമായ ഭക്ഷണം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച പോലെയുള്ള മാറ്റങ്ങൾ വരുത്തുക. 2. പതിവായ വ്യായാമം. ഇത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ മാത്രമല്ല, നല്ല കൊളസ്ട്രോൾ കൂട്ടാനും സഹായിക്കും. 3. പുകയിലയുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുക. 4. ഒരു ആരോഗ്യ വിദഗ്ധന്റെ ഉപദേശം തേടുക. ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം ഓർക്കണം. ഈ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഏറ്റവും നല്ല ഭക്ഷണക്രമവും ജീവിതരീതിയും ഏതാണെന്ന് നിർദ്ദേശിക്കാൻ ഒരു ഡോക്ടർക്കോ ഡയറ്റീഷ്യനോ കഴിയും. അതുകൊണ്ട് അവരുമായി സംസാരിക്കുന്നത് വളരെ പ്രധാനമാണ്. അപ്പോ ഈ വിവരണം നമ്മൾ അവസാനിപ്പിക്കുന്നത് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യം എന്തായിരിക്കും? ചിലപ്പോൾ അത് ഒരു ഗ്ലാസ് വെള്ളം കൂടുതൽ കുടിക്കുന്നതാവാം, അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിന് കുറച്ച് സാലഡ് അധികം കഴിക്കുന്നതാവാം. ഓർക്കുക, ഏതൊരു വലിയ യാത്രയും തുടങ്ങുന്നത് ഒരൊറ്റ ചുവടുവെപ്പിൽ നിന്നാണ്.